ദേ നോക്കിയേ, നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? എന്താ സ്പെഷ്യലെന്ന് നോക്കാം. ഇന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റോസ്റ്റ് ആണ്. അപ്പൊ അതിന് സവാള, പച്ചമുളക്, തക്കാളി, ഉരുളക്കിഴങ്ങ്, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു മാറ്റാം. അപ്പോൾ ഇതേ നോക്കുക, ഇനി നമുക്ക് മഷ്റൂം നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാൻ വീട്ടിൽ മേടിക്കുന്ന മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഏത് മഷ്റൂം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടതെന്ന് നോക്കാം. കാശ്മീരി ചില്ലി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങാപ്പാൽ. തേങ്ങയുടെ 1 പാലാണ് എടുക്കേണ്ടത്. നല്ല കട്ടി പാലായിരിക്കണേ. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അത് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്കൂളിലൊക്കെ പിള്ളേർ പെട്ടെന്ന് പോകാൻ നേരത്ത് അവർക്ക് നല്ല ഹെൽത്തി ഫുഡും ആവും, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളല്ല. ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം. അതുപോലെ പച്ചമുളകിന്റെ ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് എരിവിനനുസരിച്ച് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഇനി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ കുറച്ച് ഒരു 2 സെക്കൻഡ് അടച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ദേ ഞാൻ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ അതിനകത്തോട്ടിടാം. അതിനകത്തോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വെജ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരാണെങ്കിലും പനീർ, മഷ്റൂം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരാണെങ്കിലും കഴിക്കും. അപ്പം ഞാൻ ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കും. അപ്പം മഷ്റൂം ആണെങ്കിലും പനീറാണെങ്കിലും വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടിയൊക്കെ അതിനകത്ത് ഇട്ട് വെക്കും. അപ്പൊ ഇഷ്ടമുള്ള ഫുഡിന്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇടുമ്പോൾ അവരെങ്ങ് കഴിച്ചോളും. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അതുകൊണ്ടാട്ടോ. അപ്പൊ ഇനി നമുക്ക് എരിവിനനുസരിച്ച് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ എനിക്ക് അത്രയും എരിവ് വേണ്ട. ഞാൻ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ സോയാ സോസും ടൊമാറ്റോ സോസും നമുക്ക് ആഡ് ചെയ്യാം. ഒരു ടേസ്റ്റ് വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ വീട്ടിലൊക്കെ വെക്കുന്ന ഫുഡ് ആയതുകൊണ്ട് അത്ര ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഏകദേശം ഒന്ന് നല്ലോണം അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലെടുത്ത് ഒഴിക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം തക്കാളിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പൊ ഇതിന് നന്നായിട്ട് അധികം വേവ് വേണ്ട. കാര്യം മഷ്റൂം പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഉപ്പോ മുളകോ വേണമെങ്കിൽ ഒന്നും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.